കുറച്ച് ക്യൂട്ടായിട്ടുള്ള വാൾ ഡെക്കോസ് ഉണ്ടാക്കാൻ വേണ്ടി കുറേ ഗ്രാഫ് സപ്ലീസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കാർഡ്ബോർഡ്, ഐസ്ക്രീം സ്റ്റിക്സ്, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ക്യൂട്ടായിട്ടുള്ള കുറച്ച് വാൾ ഡെക്കോസ് ഉണ്ടാക്കാം. വാൾ ഡെക്കോർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു റെയിൻബോ തീമിലൊക്കെ ചെയ്യാം. എനിക്കിതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. സോ നമ്മുടെ ഫസ്റ്റ് ഡെക്കോർ റെഡി ആയിട്ട് അടുത്ത ഡെക്കോർ ഉണ്ടാക്കാം. ഇത് വെറുതെ കാണാൻ മാത്രം വെക്കുന്നൊരു ഡെക്കോറല്ല, ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. എന്തായാലും നമ്മുടെ റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും, നല്ലൊരു ഈസ്തറ്റിക് ലുക്കും ഉണ്ടാവും. സോ അതുണ്ടാക്കാനായിട്ട് ഒരുപാട് ഒരു കാർഡ്ബോർഡും പേപ്പറൊക്കെ തന്നെ മതി. പിന്നെ നൂലില്ലേ, അത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ സാധനം കിട്ടുമല്ലേ. സോ അത് ഞാൻ A4 ഷീറ്റ് കവർ ചെയ്തിട്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ക്യൂഡായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ വീഡിയോ കാണുന്നുണ്ട്, അപ്പോൾ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കോർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നെവർ മൈൻഡ്, കാരണം ഇത് റൂമിലുള്ളൊരു വാളല്ല, അതുകൊണ്ടാണ്. സോ പറഞ്ഞ് നമ്മൾ നെക്സ്റ്റ് വാൾ ഡെക്കോർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതൊരു സ്ട്രോബെറി തീമിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടുലിപ്പിൻ്റെ ഒക്കെ തീമിൽ ചെയ്താൽ കുറച്ച് ബ്യൂട്ടിഫുൾ ആവും. ഞാൻ പിന്നെ സ്ട്രോബെറി കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്, അതാണ് സെലക്ട് ചെയ്തത്. പിന്നെ സ്ട്രോബെറി വരയ്ക്കുമ്പോൾ കുറച്ച് വലുതായിട്ട് വരച്ച് കഴിഞ്ഞാൽ ഒരു 2 ഇതുപോലെ തട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചും കൂടെ ലുക്ക് ഉണ്ടാവും കേട്ടോ. എന്തായാലും എങ്ങനെയുണ്ട്, എനിക്ക് ഇന്നലെ ഇഷ്ടമായി. സോ ഇനി നെക്സ്റ്റ് നമ്മൾ ക്ലൗഡിൻ്റെ തീമിലാണ് ചെയ്യുന്നത്. എനിക്ക് ക്ലൗഡ്സ്, സ്റ്റാർസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് ഞാൻ കുറച്ച് ഡെസ്ക് ഡെക്കോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ബാക്ക് ടു സ്കൂൾ ഡേ വൈസും കാര്യങ്ങളൊക്കെ ഷോർട്ട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടും ഒക്കെ നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും, എന്നാലാണ് എനിക്ക് ആ വീഡിയോ ഇടാനുള്ളൊരു മൂഡ് വരുള്ളൂ, അതുകൊണ്ടാണ്. നമ്മുടെ വീഡിയോയുടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.